ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ സാറിൻ്റെ ക്ലാസ് സത്യത്തിൽ ആദ്യം ഒരു സംശയം മീൻസ് വേറെ സംശയങ്ങളല്ല, അതായത് ഒരു മുദ്ര കൊണ്ട് നമുക്ക് നമ്മളുടെ അസുഖങ്ങളൊക്കെ ഇങ്ങനെ മാറുമോ, അതൊക്കെ മാറാൻ കഴിയുമോ എന്നുള്ള സംശയം മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കോണിലുണ്ടായിരുന്നു. ഏതായാലും മുദ്ര എന്ന് പറയുന്നത് നമ്മളിപ്പോൾ യോഗമുദ്രയൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും പിന്നെ അങ്ങനെ കുറേ മുദ്രകൾ, പക്ഷെ ഒരു മുദ്രകൾ കൊണ്ട് നമ്മുടെ ബോഡി അതെങ്ങനെ ഹീൽ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ സ്വയം അത് മാറ്റിയെടുക്കും, അത് മാറും എന്നുള്ള മനസ്സിൻ്റെ ഉള്ളിലൊരു സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും ക്ലാസ്സിൽ വന്നിരുന്നു. അപ്പം അന്ന് സാറ് ആ ബാക്ക് പെയിന് വേണ്ടിയിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞു. ബാക്ക് പെയിന് അത് നമ്മൾ ആ മുദ്ര കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് പോലും അതിൽ അപ്പോഴേക്കും നമുക്ക് ബാക്ക് പെയിന് നല്ല ആശ്വാസം കിട്ടി. അതുതന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതിന് സാറിനോട് ആദ്യമേ ഒരു താങ്ക്സ് പറയുകയാണ്. പിന്നെ അത് മാത്രമല്ല, മറ്റേ ഒരുപാട് ആളുകളുടെ, അതായത് ഇപ്പോൾ സാറ് പറയുകയാണെങ്കിൽ ശരി, ഇനി കേൾക്കുന്നവർക്ക് അതൊരു ബിസിനസ് മൈൻഡിൽ പറയുകയാണ് എന്ന് വിചാരിക്കാം. പക്ഷേ ഇവിടെ ഇത്രയും ആളുകളുടെ അനുഭവങ്ങളും അവരുടെ ആ ഒരു എന്താ പറയുക, ഇപ്പം നമ്മളൊരാളെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലല്ലോ, എല്ലാ ആളുകളുടെ സ്വയം അനുഭവങ്ങളാണ്. അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എഫക്റ്റീവ് നമ്മൾക്ക് തന്നെ സ്വയം അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പം ഇങ്ങനെ ഒരു ക്ലാസ്, ഇപ്പോൾ സാറ് ക്ലാസ് തന്നെ പറയുന്നുണ്ട്, ഒത്തിരി സാമ്പത്തികമായിട്ടൊക്കെ പിന്നെ എക്സ്പെൻസീവ് ആണ് ഇത് പഠിച്ചെടുക്കാൻ. സാറ് അങ്ങനെ ബുദ്ധിമുട്ടിയാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം ആലോചിക്കുമ്പോൾ ശരിയാണ്, കാരണം നമ്മുടെ കേരളത്തിൽ എവിടെയും ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല. യോഗയിൽ പറയുന്നുണ്ട്, പക്ഷേ അതാരും അങ്ങനെ ഉൾക്കൊള്ളാറില്ലല്ലോ. പക്ഷേ ഇത് നമ്മൾ മുദ്രയും പിന്നെ ഒരു ഇപ്പം എന്താ പറയുക, സൈക്കോളജിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം സാർ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കരമായ എഫക്റ്റീവാണ് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാം. എന്തായാലും ഇങ്ങനൊരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് ഇത്രയും ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്ത, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയ സാറിനും ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീമിനും 1000 അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. വളരെ നല്ല ക്ലാസ്സായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മൾക്ക് ഇന്നേ വരെ അറിയാത്ത, എല്ലാവർക്കും അറിയുന്നതല്ല, എനിക്ക് ഇന്നേ വരെ ഞാൻ കേൾവി അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിവില്ലാത്ത നല്ല കുറേ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു, പഠിക്കാൻ കഴിഞ്ഞു. തുടർന്നും ഇതിൻ്റെ ബാക്കിയും കൂടെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും എല്ലാവർക്കും താങ്ക് യു.